കേസിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ജാമ്യം കിട്ടുന്ന കാര്യം സംശയമാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ നമുക്ക് മുൻകൂർ ബെയിലിന് അപ്ലൈ ചെയ്യാമായിരുന്നു ഹൈക്കോടതിയിൽ. ഇനിയിപ്പോ അതും നടക്കില്ല. അപ്പൊ മാധവേട്ടൻ റിമാൻഡിൽ കിടക്കേണ്ടി വരും സബ് ജയിലില്. ഒരു വഴിയില്ല റെഡിയെങ്കിലെ അച്ഛനെ പുറത്തിറക്കാൻ. സത്യം കോടതിക്ക് ബോധ്യപ്പെടണം. എന്ന് വെച്ചാൽ ഈ കേസ് ഫാബ്രിക്കേറ്റ് ചെയ്തുണ്ടാക്കിയതാണെന്നും മാധവേട്ടനല്ല യഥാർത്ഥ പ്രതിയെന്നും തെളിയിക്കാൻ പറ്റണം. അതേ ഉള്ളൂ പോംവഴി. താങ്ക്സ് അങ്കിൾ. CMന്റെ ഫോൺ ഔട്ട് ഓഫ് കവറേജാ. ഫ്ലൈറ്റിലായിരിക്കും ഡൽഹി യാത്ര. IG രാജഗോപാലും ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇനി എല്ലാരും കൂടെ അറിഞ്ഞുകൊണ്ടായിരിക്കോ? അറിഞ്ഞുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും അച്ഛനെ എനിക്ക് രക്ഷിച്ചേ പറ്റൂ. ഒരു ദിവസം പോലും റിമാൻഡിൽ കിടക്കാതെ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും അച്ഛനെ ഞാൻ പുറത്തിറക്കിയിരിക്കും. എവിടെന്ന് പുറത്തിറക്കാൻ? ചന്ദ്രഗിരി മാധവൻ എന്ന പ്രസ്ഥാനം ഇതോടെ തീർന്നു. പക്ഷെ മകൻ, ഇനി അവനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. വിളഞ്ഞ വിത്ത അച്ഛനൊരു വൻ മരമായിരുന്നെങ്കിൽ അവനൊരു വനമാ. ആ കാടിന്റെ അടിവേരറുത്ത് വെട്ടി മുറിക്കാനല്ലേ സാർ ഈ വെട്രിവേൽ? ഉരുക്ക് മുറുക്കി പിടിച്ചു നിർത്താൻ കൈക്കരുത്തുള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ തയ്യാറാക്കി നിർത്തിക്കോ. അവസാനിപ്പിച്ചു തരാം ആ മാധവനെ. ചങ്കില് പച്ചിരമ്പ് കയറുമ്പോ പിടഞ്ഞകലുന്ന പ്രാണന്റെ സ്വരം അതെനിക്ക് കേൾക്കണം. അതിന് സഹായിച്ചാൽ പൊന്നുകൊണ്ട് തുലാഭാരം, എന്നിട്ടത് തുല്യം ചാർത്തിത്തരും വെട്രിവേലിന്റെ തറവാട്ട് സ്വത്തിലേക്ക്. ചെയ്യും തമ്പുരാൻ, വെട്രിവേൽ അത് ചെയ്തിരിക്കും. അല്ല, ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞില്ല. ആ ആംബുലൻസ് ഡ്രൈവർ, അയാളാണ് ഈ കേസിലെ പ്രധാന കണ്ണി. അയാളെയാണ് നമുക്ക് വേണ്ടത്. പിടിക്കണം, അതാണ് ഒന്നാമത്തെ കാര്യം. ഇവിടെ വെച്ച് നടന്ന ആംബുലൻസ് അപകടം നേരിൽ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ വിവരമറിയിക്കുക. വണ്ടി ഓടിച്ചിരുന്ന ആളെക്കുറിച്ച് എന്തെങ്കിലും സൂചന നൽകുന്നവർക്ക് 5 ലക്ഷം രൂപ പ്രതിഫലം. 5 ലക്ഷം രൂപ പ്രതിഫലോ? ഈശ്വരാ, നമ്മളാരും കണ്ടില്ലല്ലോ ആ ഡ്രൈവറെ. തമ്പുരാനേ, 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 എന്താ എന്താ പറ്റി? തമ്പുരാനെ വിളിക്ക്. അച്ചുവേട്ടാ, തമ്പുരാനേ, തമ്പുരാനെ, ഞാൻ കണ്ടതാ. അവനെനിക്ക് ഓർമ്മയുണ്ട്, ആ മുഖം. ഇത് തന്നെ ആള്, ഇത് തന്നെ ആള്, ഇത് തന്നെ. പക്ഷെ ഇവൻ എങ്ങനെ കണ്ടുപിടിക്കും രാത്രിയിൽ? അതിന് വഴിയുണ്ട്. കോയമ്പത്തൂരിലെ അന്നപൂർണ ഗ്രൂപ്പിന്റെ റൈസ് മിൽ മാനേജർ നാഗരാജ്, അയാളാണ് ആ ആംബുലൻസിന്റെ രജിസ്റ്റേർഡ് ഓണർ. അവനെ പൊക്കിയ ഇവൻ എവിടെയുണ്ടെന്ന് അറിയാൻ കഴിയും. ജമാൽ, ഓക്കെ, ഓപ്പറേഷൻ സക്സസ്. ഐറ്റം കൊണ്ട് പിള്ളേർ ചെന്നപ്പോ കോയമ്പത്തൂർ എണ്ണാച്ചി സത്യമായിട്ട് പറഞ്ഞു. ആ ഡ്രൈവർ ഇവിടെ തന്നെ ഉണ്ട്, നമ്മുടെ ചന്ദ്രഗിരിയില് ചെറിയ പള്ളിയില്ലേ. എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചല്ലോ രാമ. ആ ചെറുക്കൻ ഇല്ല ഏട്ടാ, ഒന്നും തെറ്റിയിട്ടില്ല. കോഴിക്കോട്ടുകാരൻ ഡ്രൈവർ മുസ്തഫ നമുക്കെതിരായിട്ടൊന്നും ഒരു നിശ്വാസം പോലും തെറ്റായിട്ട് ഉച്ചരിക്കില്ല കോടതിയിൽ. അതോടെ കൂടുതൽ അഭാസ്യരാവും മാധവനും മകനും കോടതിയുടെയും മീഡിയയുടെയും മുന്നിൽ. പിന്നെ 14 ദിവസത്തെ ആദ്യ റിമാൻഡ്, തുടർന്ന് അങ്ങോട്ടുള്ള പുതുക്കൽ. ചുരുക്കി പറഞ്ഞാൽ ഇയാൾ പറഞ്ഞതുപോലെ കാരാഗ്രഹത്തിൽ തീരും മാധവന്റെ ഇഹലോക ജീവിതം, അല്ലേ? വരും വരൂ.
വിഷമിക്കണ്ട. ചാനലുകാരൻ റിപ്പോർട്ടേഴ്സ് ഒക്കെ ഇവിടെ. സാർ അത് അവര് വരില്ല. എന്റെ അച്ഛനെ നീ കോടതിയിൽ ഹാജരാക്കുന്നതിന്റെ ഫോട്ടോസും വിഷ്വൽസും ഒരു മീഡിയയിലും വരണ്ടെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. ഓ, ഹലോ, ഏഷ്യാവിഷന്റെ സന്ദീപ് അല്ലേ? അല്ല, ജമാൽ, ചന്ദ്രഗിരിയിലെ. അയ്യോ, SP സാറിന്റെ ക്ഷണം സ്വീകരിച്ച് എല്ലാവരും എത്തിയിട്ടുണ്ട്. പക്ഷെ ചൂട് കാലമല്ലേ, അതുകൊണ്ട് അവർക്കൊക്കെ ചന്ദ്രഗിരിയുടെ വക അവിടെ ഒരു ട്രീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പേര് ഗുണ്ടായിസോന്നാ. മോർണിംഗ് വാ. ഇതിന്റെ പേരല്ല ഗുണ്ടായിസം, ഇതിന്റെ പേരാണ് ഗുണ്ടായിസം. ചലക്കാണ്ട മിണ്ടായിരുന്നാണ് മണ്ടടിച്ചു നിൽക്കണം. Hey, what the hell is ഓ, going on, what sir? the hell, അവന്റെ അമ്മയുടെ പ്രതി അത്യന്തം ഗുരുതരമായ രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ആദരണീയനും സർവസമ്മതനും നാളിതുവരെ ഒരു പെറ്റി കേസിൽ പോലും പ്രതിയായിട്ടില്ലാത്ത എന്റെ കക്ഷിയെ മനഃപൂർവ്വം സമൂഹ മധ്യത്തിൽ തേജോവധം ചെയ്യാൻ കെട്ടിച്ചമച്ചതാണ് ഈ കേസ്. അത് വ്യക്തമാക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ ദയവ് ചെയ്ത് എന്നെ അനുവദിക്കണം. Yes, proceed. താങ്ക് യു യുവർ ഓണർ. കൊല ചെയ്യപ്പെട്ട SP ചന്ദ്രശേഖരൻ തയ്യാറാക്കിയ FIR അന്ന് ആ ആംബുലൻസ് ഓടിച്ചിരുന്ന മുസ്തഫ എന്ന റസൂൽ മുസ്തഫ. സാർ, വണ്ടി ഓടിച്ചത് ഞാനായിരുന്നു. അതിനകത്ത് കള്ളനോട്ടാണെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. പോലീസ് പറഞ്ഞപ്പോഴാണ് സാറേ ഞാൻ എല്ലാം അറിയുന്നത്. എല്ലാം അന്നപൂർണക്കാർ ചെയ്തതാ സാറേ. അവരാണ് ഇതിന്റെ എല്ലാം പിന്നിൽ, അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ. റസൂൽ മുസ്തഫ എന്ന മുസ്തഫയുടെ മൊഴി വിശ്വാസത്തിലെടുക്കാനാണ് കോടതിക്ക് താല്പര്യം. പ്രതിയാണെന്ന് കുറ്റമാരോപിച്ച് പോലീസ് ഹാജരാക്കിയ മാധവനെ നിരുപാധികം വിട്ടയക്കാൻ റസൂൽ മുസ്തഫയെ അറസ്റ്റ് ചെയ്ത് 14 ദിവസം റിമാൻഡിൽ വെക്കാനും കോടതി ഉത്തരവിടുന്നു. മുസ്തഫയുടെ മൊഴിയിൽ പരാമർശിക്കപ്പെട്ട അന്നപൂർണ ഗ്രൂപ്പിന്റെ ഉടമസ്ഥരായ ഭാർഗവനുണ്ണി, രാമനുണ്ണി, കൃഷ്ണനുണ്ണി എന്നിവരെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കേണ്ടതാണെന്നും ഇതിനാൽ കോടതി പോലീസിനെ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ഇതിനകത്തുണ്ടായിരുന്നോ? എല്ലാം നേടിയെന്ന് അഹങ്കരിക്കുന്നുണ്ടാവും നീ. വെറുതെയാ. വരാൻ പോകുന്ന വലിയ മത്സരത്തിന്റെ ഭൂമി പൂജ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഗുരുതി വരാനിരിക്കുന്നതേയുള്ളൂ. അതിന് ക്ഷണിക്കാൻ വന്നതാവും ഏട്ടന്മാരെല്ലാരും കൂടെ. ക്ഷണിച്ചില്ലെങ്കിൽ നീ വരും. അതിനുള്ള വിദ്യയൊക്കെ ഞങ്ങൾക്കറിയാം. നീതിന്യായ വ്യവസ്ഥിതിയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള കോടതിയിൽ നിന്ന് ഒരു അറസ്റ്റ് വാറന്റ് വന്നാൽ ഉടനെ പേടിച്ച് വരേണ്ട നാട് വിടുന്നവരൊന്നും അല്ല ഞങ്ങള്. ഹൈക്കോടതിയിൽ വക്കീലന്മാര് ജാമ്യത്തിന് വേണ്ടി അണിനിരക്കുന്നുണ്ട് നാളെ തന്നെ. അത് കഴിഞ്ഞ് അച്ഛനെ മോനെയും പച്ചയ്ക്ക് നിർത്തി വിചാരണ ചെയ്ത് ശിക്ഷ വിധിക്കാൻ വരുന്നുണ്ട് ഞങ്ങൾ നിന്റെയൊക്കെ തറവാടിന്റെ അകത്തേക്ക്. സിംഹത്തെ സിംഹത്തിന്റെ മടക്കകത്ത് ചെന്ന് വേട്ടയാടും. അതാണ് ഞങ്ങൾ അന്നപൂർണയുടെ ഒരു രീതി. ഏട്ടന്മാരൊന്ന് നിൽക്കണം. അച്ഛനുണ്ടായിപ്പോയി. അല്ലെങ്കിൽ നീ അർഹിക്കുന്ന മറുപടി ഞാൻ പറഞ്ഞേനെ. നാവാണ് നമ്മുടെയൊക്കെ ശത്രു. വാക്ക് അത് അച്ഛനും അമ്മയും ദേവതയുമാണ്. അത് മറന്നുപോകും നമ്മൾ പലപ്പോഴും. ചെറുപ്പമല്ലേ, അബദ്ധങ്ങൾ എനിക്കും പറ്റിയിട്ടുണ്ട്. ബുദ്ധിയുടെ വിവേകത്തിൽ നിന്നും നാവിന്റെ നിയന്ത്രണം വിട്ടുപോയിട്ടുണ്ട് ഞാനും പലപ്പോഴും. അതുണ്ടാക്കുന്ന മനസ്സറിയാത്ത കുഴപ്പങ്ങൾ വേറെ. പക്ഷെ എന്റെ ആവേശം
ഒരിക്കലും മറ്റൊരാളുടെ നാശത്തിന് വേണ്ടിയായിരുന്നില്ല. നീ ആഗ്രഹിക്കുന്നത് എന്റെയും എന്റെ അച്ഛന്റെയും തകർച്ചയാണ്. ബ്രദർ, വിധിക്കുന്നവൻ വിധിക്കപ്പെടും. അതുകൊണ്ട് ഇന്നു മുതൽ ഞാനും കാത്തിരിപ്പ് തുടങ്ങാണ്. എന്നെയും എന്റെ അച്ഛനെയും പച്ചയ്ക്ക് വിചാരണ ചെയ്യാൻ പൊരിവെയിലത്ത് നീ നിർത്താൻ വരുന്ന ആ ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ജാമ്യം കിട്ടുന്നത് വരെയുള്ള ഇടവേളയ്ക്ക് ശേഷം വാ. ചന്ദ്രഗിരിയിൽ അർജുനൻ ഇവിടെ തന്നെ ഉണ്ടാവും. കാണാം. കണ്ടിരിക്കും.